സ്പേസ് ചാനൽ വചന വിചിന്തന വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉയർപ്പിൻ്റെ 5-ാമത്തെ ഞായറാഴ്ചയായ ഇന്ന് നാം ചിന്തയ്ക്കായിട്ട് എടുക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. യേശു തൻ്റെ ശിഷ്യന്മാരെ 72 പേരെ ഈ 2 പേരായിട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും തൻ്റെ ദൗത്യം തുടരാനായിട്ട് അവരെ അയക്കുന്നു. യേശുവിൻ്റെ കൂടെ ആയിരുന്നുകൊണ്ട് യേശുവിൽ നിന്നും കേട്ട് യേശു ചെയ്ത കാര്യങ്ങൾ കണ്ട് അത് അനുഭവിച്ച് ആ ശിഷ്യന്മാർ യേശു തുടങ്ങി വച്ച ആ ദൗത്യം തങ്ങളിലൂടെ തുടർന്ന് കൊണ്ടുപോകാനായിട്ട് അവർ തയ്യാറാവുകയാണ്. യേശു അവരെ ഈ 2 പേരായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് അയക്കുന്നു. അതിനുശേഷം അവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾ, അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം ധ്യാന വിഷയമാക്കുന്നത്. ഇതിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 5 കാര്യങ്ങളാണ് ഇതിൽ സംഭവിക്കുന്നത്. ഒന്നാമതായിട്ട് നാം കാണുന്നത് യേശു അവരെ ഈ 2 പേരായിട്ട് അയക്കുന്നതായിട്ടാണ്. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ 2 പേരായിട്ട് അയക്കുന്നത്? ഓരോരുത്തർ അയച്ചിരുന്നെങ്കിൽ കുറേ കൂടി സ്ഥലങ്ങളിലേക്ക് തൻ്റെ ദൗത്യം തുടർന്നു കൊണ്ടുപോകാനായിട്ട് അവർ അയക്കാമായിരുന്നു. പക്ഷെ അവരെ ഈ 2 പേരായിട്ടാണ് അയക്കുന്നത്. ഒരുപക്ഷെ യേശു മനസ്സിലാക്കിയിരുന്നിരിക്കാം, അവർ ഒരു ടീമായിട്ട് 2 പേർ ഒരുമിച്ച് പോകുമ്പോൾ അതിൻ്റെതായ ശക്തിയുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ദൗത്യം നടക്കുമ്പോൾ ഒരുപക്ഷെ ഒരാൾ പ്രാർത്ഥിക്കാനായിട്ടും മറ്റൊരാൾ ദൗത്യം നടത്താനായിട്ടും സാധിക്കും. അതോടൊപ്പം തന്നെ 2 പേര് ഒരുമിച്ചുള്ളപ്പോൾ നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നാം തനിച്ച് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് മുഴുവനായിട്ടും ശരിയാകണമെന്നില്ല, അതിൽ തെറ്റുകൾ സംഭവിക്കാം. പക്ഷെ നമ്മൾ ഒരാളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ, ആളുമായിട്ട് ഡിസ്കഷനിൽ നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതിലൂടെ നല്ല കാര്യങ്ങൾ, അതിനേക്കാളും കൂടുതൽ നന്മകൾ ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അങ്ങനെ ഒരു ചിന്ത ആയിരുന്നിരിക്കാം യേശുവിൻ്റെ മനസ്സിൽ. അതുകൊണ്ടായിരിക്കാം അവരെ ഈ 2 പേരായിട്ട് അയക്കുന്നത്. രണ്ടാമത്തെ ചിന്ത, യേശു അവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളിൽ നാം കാണുന്നത് വിളവ് അധികം, വേലക്കാർ ചുരുക്കം. വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുക, വിളവെടുക്കാനായിട്ടുള്ള ആൾക്കാരെ കിട്ടാനായിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെയൊക്കെ നാടുകളിൽ ഈ ചക്ക പഴുത്ത് ഇങ്ങനെ കിടക്കുന്ന പലപ്പോഴും താഴെ വീണ് പോകാറുണ്ട്. കാരണം ചോദിക്കുമ്പോൾ പറയുന്നത് അത് പറിക്കാൻ ആളില്ല. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ചുറ്റും ധാരാളം ആവശ്യങ്ങളുണ്ട്. ഒത്തിരി പേര് യേശുവിൻ്റെ വചനം കേൾക്കാനായിട്ട്, നന്മയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന വളരെയധികം വയലുകൾ നമ്മുടെയൊക്കെ ചുറ്റുമുണ്ട്. പക്ഷെ അതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട്, ആ വിളവ് എടുക്കാനായിട്ട് ഇന്ന് ആൾക്കാർ വളരെ കുറവാണ്. ഒരുപക്ഷെ വിളവ് എടുക്കുന്നവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് കുറച്ച് അച്ഛന്മാർ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ്, അവരാണ്. അതിനേക്കാളും കൂടുതൽ നമുക്കെല്ലാവർക്കും യേശുവിൻ്റെ ഈ മിഷനിൽ പങ്കുചേരാനായിട്ട് നമുക്ക് സാധിക്കണം. ധാരാളം ദൈവവിളികൾ ഉണ്ടാകാനായിട്ട്, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം.
നമ്മുടെയൊക്കെ സ്കൂളുകളിൽ, കോളേജുകളിൽ, നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഒത്തിരി പേര്, അവിടെയൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, തീർച്ചയായിട്ടും ആ, കത്തോലിക്കരായ നമ്മുടെ അംഗങ്ങൾ, അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതെ, ഇന്ന് ഈ ലോകം മുഴുവനും നമ്മെക്കൊണ്ട് ആവശ്യമുണ്ട്. വളരെയധികം പേര് നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നിന്നും പുറം ലോകത്തേക്ക് ധാരാളമായിട്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടെയൊക്കെ കൂടുതൽ പേര് പ്രവർത്തിക്കാനായിട്ട്, അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാരെ ദൈവം തിരഞ്ഞെടുക്കാനായിട്ട് അതിന് സാധിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമതായിട്ട് നമുക്ക് കാണുന്നത്, ഈ ശിഷ്യന്മാർ എവിടെ പോയാലും ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കണം. പലപ്പോഴും നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരിടത്തേക്ക് പോകുമ്പോൾ, നമ്മളെല്ലാം തയ്യാറാക്കിയിട്ടാണ് പോകുന്നത്. എല്ലാ സെറ്റപ്പ്, എല്ലാം ഹൗസ് വേണമെങ്കിൽ അത്, അല്ലെങ്കിൽ ജീവിക്കേണ്ട എല്ലാ സാഹചര്യങ്ങളും ശരിയാക്കിയതിന് ശേഷമാണ് നമ്മൾ പലപ്പോഴും പോകുക. പക്ഷേ യേശു പറയുന്നത് അങ്ങനെയല്ല. നിങ്ങൾ ഒന്നും കയ്യിൽ വെക്കേണ്ട ആവശ്യമില്ല. പണസഞ്ചിയോ 2 ചെരുപ്പോ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. കാരണം ദൈവം നമുക്ക് തരും. വളരെയധികം ഉദാഹരണങ്ങൾ നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. മദർ തെരേസയുടെ ജീവിതം, കൽക്കട്ടയുടെ തെരുവുകളിലേക്ക് ഇറങ്ങിയിട്ട് അമ്മ ചെയ്ത കാര്യങ്ങൾ. അമ്മയ്ക്ക് ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല, ആരുമുണ്ടായിരുന്നില്ല. പക്ഷേ ഒന്നുണ്ടായിരുന്നു, ദൈവം തൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ ചിന്ത. ആ ഒരു ചിന്തയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. എന്നെ നയിക്കുന്നത് ദൈവമാണ് എന്നുള്ള ഒരു ചിന്ത. ഈ അടുത്ത കാലത്ത് മോസസ് എന്ന് പറയുന്ന ഒരു മൂവി ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മൂശ ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്തേക്ക് നയിക്കുന്ന ആ രംഗങ്ങൾ, അവർ യാത്ര ചെയ്യുന്നത്, അവരെ കൊണ്ടുപോകുന്നത്, അവർക്ക് ഒന്നും ഒരറിവുണ്ടായിരുന്നില്ല. എങ്ങനെ പോകണം, അവരുടെ ഭക്ഷണം, അവർ മരുഭൂമിയിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. എവിടെ നിന്ന് വെള്ളം കുടിക്കും, എവിടെ നിന്ന് ഭക്ഷണം കഴിക്കും, ഒന്നും അവർക്ക് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. അവർ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് യാത്ര ചെയ്തു. പോകുന്ന വഴിയിൽ മുഴുവനും അവരെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം കാണുക. ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ആ അനുഭവം അവർക്കുണ്ടാവുകയാണ്. ദൈവത്തിൻ്റെ തണലിൽ അവർ യാത്ര ചെയ്യുകയാണ്. അതെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മെ കാത്തു സൂക്ഷിക്കുന്ന, നമ്മെ കാത്തു പരിപാലിക്കുന്ന, ഓരോ അപകടങ്ങളിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കുന്ന നല്ല ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ചിന്ത നമുക്കുണ്ടാകട്ടെ. അടുത്ത ഒരു ചിന്ത, നമ്മൾ ഏത് സാഹചര്യത്തിലായിരിക്കുന്നോ, എവിടെ പ്രവർത്തിക്കുന്നുവോ, അവിടെ അവരുടെ കൂടെ ആയിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ പറയും കൾച്ചറൽ അഡാപ്റ്റേഷൻ. അടുത്ത കാലത്ത് ഞാൻ ദയാബായ് എന്ന് പറയുന്ന വ്യക്തിയെ കാണാനായിട്ട് സാധിച്ചു. കേരളത്തിൽ നിന്നുള്ള മേഴ്സി എന്ന് പറയുന്ന വ്യക്തി നോർത്ത് ഇന്ത്യയിൽ വില്ലേജുകളിൽ അവിടെയുള്ള സ്ത്രീകളെ പോലെ തന്നെ അതേ വസ്ത്രധാരണവും അതേ രീതിയിലുള്ള പെരുമാറ്റങ്ങളും, അവരോടൊപ്പം ജോലി ചെയ്ത് അവരെ പോലെ ജീവിക്കുന്ന ദയാബായി. അതാണ് കൾച്ചറൽ അഡാപ്റ്റേഷൻ. അവരെ പോലെ തന്നെ ജോലി ചെയ്ത് അവരുടെ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ദയാബായി. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഞാൻ കഴിക്കുന്ന ഭക്ഷണം, ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ സാഹചര്യത്തിലാണെങ്കിൽ, ഞാനിപ്പോൾ വേറെ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഞാൻ കഴിക്കുന്ന കേരള ഫുഡ് ഉണ്ടോ, അല്ലെങ്കിൽ എൻ്റെതായ രീതിയിലുള്ള കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടോ, നമ്മൾക്ക് അതിന് വേണ്ടിയിട്ടാണ് ഓടുക.
എന്തുകൊണ്ടാണ് നമുക്ക് വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, വേറെ രാജ്യത്ത് ചെല്ലുമ്പോൾ, വേറൊരു സംസ്കാരത്തിൽ ചെല്ലുമ്പോൾ ആ സംസ്കാരത്തോട് ഇടപഴകാനായിട്ട്, ആ സംസ്കാരത്തെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ വരുന്നത്? നമ്മുടെ തന്നെ വിശ്വാസം എടുക്കുക. ഭാരതത്തിൽ തോമാസ് ശ്ലീഹ വന്ന് നമുക്ക് വിശ്വാസം നൽകി. ആ വിശ്വാസത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ സംസ്കാരമാണ്, കോണ്ടെക്ച്വലൈസേഷൻ. എനിക്ക് തോന്നുന്നു നമ്മളിൽ ഉണ്ടാകേണ്ട, വളർത്തിയെടുക്കേണ്ട ഒരു കാര്യം, നമ്മൾ മറ്റുള്ളവരുമായിട്ട്, ആ സംസ്കാരവുമായിട്ട്, മറ്റ് സംസ്കാരത്തിലുള്ള വ്യക്തികളുമായിട്ട് ഒത്തുചേരാൻ, അവരോട് ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നാം ചെയ്യുന്ന മിഷൻ, നാം ഏർപ്പെട്ടിരിക്കുന്ന ദൗത്യം, അത് വിജയകരമാകണം എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ സംസ്കാരവുമായിട്ട് നമുക്ക് ഒരുമിച്ച് ചേരാൻ നമുക്ക് സാധിക്കണം. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നാം ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്, നന്മകൾ ഒത്തിരി ചെയ്യാറുണ്ട്. പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളെ അത് സ്വീകരിക്കാനോ അല്ലെങ്കിൽ നമ്മളെ അംഗീകരിക്കാനോ സാധിക്കാത്ത ഒത്തിരി അവസരങ്ങൾ നമ്മുടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകാം. ഇന്നത്തെയൊക്കെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസത്തെ അല്ലെങ്കിൽ ക്രിസ്തീയ മൂല്യങ്ങളെ സ്വീകരിക്കാനായിട്ട്, അതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ പോകുന്ന ഒരു സംസ്കാരം, അങ്ങനത്തെ ഒരു രീതി. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ടോ അതിനെ മനസ്സിലാക്കാനായിട്ടോ സാധിക്കാതെ പോകുന്ന ജനങ്ങൾ. പക്ഷേ ഇവിടെയൊക്കെ നാം ഒന്ന് മനസ്സിലാക്കണം, ആര് നമ്മളെ തള്ളുന്നുവോ അല്ലെങ്കിൽ ആര് നമ്മളെ റിജക്റ്റ് ചെയ്യുന്നുവോ അവിടെയൊക്കെ ദൈവം പ്രവർത്തിക്കും എന്നുള്ള ആ ഒരു ചിന്ത നമുക്കുണ്ടാകണം. പക്ഷേ അവിടെ പ്രവർത്തിക്കാതിരിക്കുക അല്ലെങ്കിൽ ഞാൻ നിർത്തി പോവുക അല്ല വേണ്ടത്. ഡു വാട്ട് ഐ ക്യാൻ ഡു. നമുക്ക് ചെയ്യാവുന്നത് അത് മുഴുവനായിട്ടും അവിടെ ചെയ്യുക, ബാക്കി ദൈവം നോക്കിക്കൊള്ളും. ഇന്നത്തെ ഈ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ആഴത്തിൽ ഇറങ്ങി നമുക്ക് നമ്മെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. യേശുവിൻ്റെ ശിഷ്യൻ എന്നുള്ള നിലയിൽ, യേശുവിൻ്റെ പാത പിന്തുടരുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ എന്താണ് ചെയ്യുന്നത്? യേശുവിനോടൊപ്പം പ്രവർത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും ആ സാഹചര്യത്തോട് ഒത്തുചേർന്ന് പോകാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ദൈവ വിളികൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ടോ? ഈ ഞായറാഴ്ചത്തെ ഈ ചിന്ത നമ്മുടെയൊക്കെ ജീവിതത്തെ മാറ്റട്ടെ. യേശുവിൻ്റെ നല്ല ശിഷ്യരായിട്ട് നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഏറ്റവും നന്നായിട്ട് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമുക്ക് തുടരാനായിട്ട് സാധിക്കട്ടെ. അതിനുള്ള അനുഗ്രഹം നാഥനായ യേശു നമുക്കെല്ലാവർക്കും ധാരാളമായിട്ട് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.